നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനത്തിലെ യാത്രക്കാരുടെ ഇടങ്ങളിൽ പെട്ടെന്ന് വെള്ളം നിറഞ്ഞതിനാൽ ന്യൂയോർക്കിലേക്കുള്ള യാത്രാമധ്യേ അമേരിക്കൻ എയർലൈൻസ് വക വിമാനം ഗതി മാറ്റി ഫ്രാങ്ക്ഫർട്ട് രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ എയർലൈൻസ് വക ബോയിംഗ് 777-300 ന്യൂസിലാൻഡിൽ നിന്ന് ന്യൂയോർക്കിലെ ജെഫ്കെ എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യയാണ് തികച്ചും അസാധാരണമായ സംഭവം ഉണ്ടായത്. അറ്റ്ലാന്റിക് കടന്നതിന് ശേഷമാണ് സ്വാഭാവിക ആവശ്യം നിറവേറ്റിയതിന് യാത്രക്കാർക്കും ജോലിക്കാർക്കും കൂടുതൽ ബുദ്ധിമുട്ടായത്. വെള്ളമൊഴുക്കിൽ മുങ്ങിയ ശുചിമുറികളെ തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. വിമാനത്തിലെ ജലചോർച്ച യാത്ര തുടരുന്നത് അസാധ്യമാക്കി. ഇത് സാധാരണ ജലമല്ല, ഇത് മലിനജലം, അതായത് ഡ്രെയിനേജ് വെള്ളമാണ് ഇത്തരത്തിൽ ഈ വിമാനത്തിൽ മുഴുവനായി നിറഞ്ഞത്. നിരവധി ശുചിമുറികളും സിങ്കുകളും ഉപയോഗശൂന്യമല്ലായിരുന്നു. നിരവധി ശുചിമുറികളും സിങ്കുകളും ഉപയോഗയോഗ്യമല്ലാതെയായി. ന്യൂസിലാൻഡിൽ നിന്നും പറന്നുയർന്ന 7 മണിക്കൂറിനുള്ളിൽ വിമാനം പോളണ്ട് വഴിയുള്ള റൂട്ട് മാറ്റി ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. യാത്രക്കാർക്കായി ലണ്ടനിൽ നിന്ന് ഒരു പകരം വിമാനം കമ്പനി അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിലെ സ്റ്റോപ്പ് ഓവർ കഴിഞ്ഞ് 11 മണിക്കൂറിന് ശേഷം വീണ്ടും പറന്നുയർന്ന ന്യൂയോർക്കിലേക്കുള്ള യാത്ര തുടരുകയായിരുന്നു. അതേസമയം കണ്ണൂർ ഉൾപ്പെടെ ഇന്ത്യ UAE സെക്ടറിൽ കൂടുതൽ വിമാന സർവീസ് നടത്താൻ അനുവദിക്കണമെന്ന UAEയുടെ ആവശ്യം ഇന്ത്യ നിരസിച്ചു. നിലവിൽ ഈ സെക്ടറിൽ ആഴ്ചയിൽ 65,000 സീറ്റ് ഉള്ളതാണ്. 50,000 സീറ്റ് കൂടി വർദ്ധിപ്പിക്കണം എന്നായിരുന്നു UAEയുടെ ആവശ്യം. എന്നാൽ സർവീസ് വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നില്ല എന്നായിരുന്നു വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മറുപടി. കണ്ണൂരിന് പുറമെ കോയമ്പത്തൂർ, തിരുച്ചിറപ്പള്ളി, പൂനെ, ഗോവ, അമൃത്സർ, ഭുവനേശ്വർ, ഗുവാഹത്തി എന്നിവിടങ്ങളിലേക്കും സർവീസ് ആരംഭിക്കാനുള്ള UAE എയർലൈൻസുകളുടെ അപേക്ഷ തള്ളുകയായിരുന്നു. എയർ അറേബ്യ, ഫ്ലൈ ദുബായ്, ഇതിഹാദ്, എമിറേറ്റ്സ് എയർലൈൻസുകളാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ സർവീസിന് ശ്രമിച്ചത്. എന്നാൽ ഇന്ത്യൻ വിമാന കമ്പനികളുടെ സമ്മർദ്ദമാണ് അനുമതി നിഷേധിക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് സൂചന. തീരുമാനം UAEയിൽ വസിക്കുന്ന 35 ലക്ഷത്തിന്റെ ഇന്ത്യക്കാർക്കും തിരിച്ചടിയാണെന്നാണ് ട്രാവൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. UAEയിലേക്ക് മാത്രമല്ല മറ്റ് GCC രാജ്യങ്ങളിലേക്ക് വിമാന സർവീസ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിൽ ഇല്ലെന്നും ഇന്ത്യയിൽ കൂടുതൽ വിമാനത്താവളങ്ങളും ദീർഘദൂര സർവീസുകളും ആരംഭിക്കുന്നതിനാലാണ് ശ്രദ്ധയെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. വരും മണിക്കൂറിൽ സമാന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം വാർത്തകൾ പ്രവാസി മലയാളിയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും.